കൊതിയായിടുന്നേ. ചേർന്ന് പാടിയേ മുട്ടോളമല്ല ചേർന്ന അരയോളവും പോരാ, സ്നേഹത്തോടെ പാടി നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. യേശുവേ നാഥ, യേശുവേ നാഥ, 50 പേരുകൾക്ക് എല്ലാവരും ചേർന്ന് ആരാധിക്കുന്നു സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി മക്കൾ പാടി. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, ആരാധിക്കുന്നു സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. മുട്ടോളമല്ല മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിയിടുവാൻ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. ആരാധന 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 യേശുവേ അങ്ങേ ആരാധന. പാടാമോ? ആരാധന 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 യേശുവേ അങ്ങേക്ക്, യേശുവേ അങ്ങേ ആരാധന. ആരാധന 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 എല്ലാ മക്കളും ചേർന്ന് പാടിയേ. യേശുവേ അങ്ങേ ആരാധന. അടുത്തിരിക്കുന്ന 10 പേര് കേൾക്കുന്ന പാടി നോക്കിയേ. ആരാധന 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 യേശുവേ അങ്ങേ ആരാധന. മുട്ടോളമല്ല മുട്ടോളമല്ല അരയോളം പോരാ, അരയോളവും പോരാ, നിന്നിൽ മുങ്ങിയിടുവാൻ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. എല്ലാ കുഞ്ഞു മക്കളും ചേർന്ന് പാടിയേ. മുട്ടോളമല്ല നിങ്ങളെ സ്വരം കേൾക്കട്ടെ. ദൈവ മക്കൾ ദൈവത്തെ ആരാധിക്കട്ടെ. മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, ആരാധിക്കുന്നു സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, ആരാധിക്കുന്നു സ്തുതിക്കുന്നു. മുട്ടോളമല്ല മുട്ടോളമല്ല യേശുവേ, അരയോളവും പോരാ, യേശുവേ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തിന്റെ വചനത്തിന്റെ പേരിൽ ഞങ്ങൾക്കായിട്ടൊരുക്കിയ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പുറത്ത് ഞങ്ങളെ വിശുദ്ധീകരിച്ച പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ അരൂപിയാൽ നിറച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്താൻ കടന്നു വന്നിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കാൻ, എന്റെ രോഗത്തെ തൊട്ട് സുഖപ്പെടുത്താൻ കടന്നു വന്നിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തിന്റെയും ക്ഷമയുടെയും ഉത്തരവാദിത്വത്തിന്റെയും പുത്തൻ പാഠങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ച പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ സ്തുതിയോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഈശോയുടെ സന്നിധിയിൽ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ഈ സമയങ്ങളിൽ ദൈവത്തെ പാടി ആരാധിക്കുകയാണ്. എല്ലാ മക്കളൊന്ന് കണ്ണുകളടച്ച്, എല്ലാവരും കണ്ണുകളടച്ച്. കാരണം വേറെ ആരെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട, വേറെ ആരിലേക്ക് നമ്മൾ നോക്കണ്ട. ഈ ഒരു 2-3 മിനിറ്റ് എല്ലാവരും ഒന്ന് കണ്ണുകളടച്ച് താളമേളത്തോടെ നന്നായിട്ടൊക്കെ കൈകളൊക്കെ അടിച്ച് ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കുകയാണ്. അപ്പം നിനക്ക് എത്രത്തോളം സ്നേഹത്തോടെ സ്വരമുയർത്തി ദൈവത്തെ വാഴ്ത്താൻ പറ്റുമോ, സ്തുതിക്കാൻ പറ്റുമോ, അത്രയേറെ സ്വരമുയർത്തി എല്ലാ മക്കളും ചേർന്ന് പാടി ഈശോയെ നമുക്ക് സ്തുതിക്കാം. ശക്തിയോടെ കൈകളടിച്ച നന്നായി കൈയടിച്ച് കൈ വേദനിച്ചോട്ടെ വിട്ടുകൊടുത്തുകൊണ്ട്
പുകഴ്ത്തിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ ചേർന്ന് പാടി പുകഴ്ത്തിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ എല്ലാവരും ചേർന്ന് പാടിയേ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ശക്തിയോടെ കൈകളടിച്ച യേശുവേ സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായോനെ സേവിച്ചിടാം യേശുവിനെ ഇന്നും എന്നും അനന്യനെ സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായോനെ സേവിച്ചിടാം യേശുവിനെ ഇന്നും എന്നും അനന്യനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടി എല്ലാവരും ചേർന്ന മകളെ അറിയാവുന്നവർ ചേർന്ന് പാടിയേ ആരാധിക്കാം യേശുവിനെ ശക്തിയോടെ കൈകളടിച്ച നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കണ്ട നിങ്ങളെ ശരീരത്തെ വിട്ടുകൊടുത്ത ദൈവത്തെ ആരാധിക്കണേ ശക്തിയോടെ കൈകളടിച്ച് വിശ്വസിക്കാം യേശുവിനെ ഏക രക്ഷകനെ മകളെ യേശു മാത്രമാണ് ഏക സത്യ ദൈവം യേശു മാത്രമാണ് വിശ്വസിക്കാം യേശുവിനെ ഏക രക്ഷകനെ ഏറ്റുപറയാം യേശുവിനെ കർത്താവിനെ ഒന്ന് ചേർന്ന് പാടിയേ വിശ്വസിക്കാം യേശുവിനെ ഏക രക്ഷകനെ ഏറ്റുപറയാം യേശുവിനെ കർത്താവിനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം യേശുവേ യേശുവേ ആരാധിക്കാം ആവർത്തിച്ച് പാടിയേ അധികാരമുള്ളവനെ അടുത്തിരിക്കുന്ന 10 പേരുകൾക്ക് സ്വരം ഉയർത്തി കുഞ്ഞാടിനെ നിങ്ങൾ നാവിനൊക്കെ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ നിങ്ങൾ നാവിനെ വിട്ടുകൊടുത്ത് അധികാരമുള്ളവനെ ഈശോയുടെ മുൻപിൽ പൂർണ്ണമായി സമർപ്പിച്ച ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ യേശുവേ 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 ആരാധിക്കാം യേശുവേ യേശുവേ അധികാരമുള്ളവനെ യേശുവേ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ യേശുവേ ആരിലും ഉന്നതനെ ഒന്ന് ആവർത്തിച്ച് പാടിയേ യേശു ആരിലും വലിയവനാണ് നിങ്ങൾ നാവാൽ പറഞ്ഞേ ആരിലും ഉന്നതനെ യേശുവേ 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 ഹല്ലേലൂയ
ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ രണ്ട് കൈകൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി ശക്തിയോടെ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. എല്ലാ മക്കളും പ്രാർത്ഥിച്ച് വിളിച്ച് യേശുവേ എന്ന് വിളിച്ച് യേശുവേ, 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 യേശുവേ. കണ്ണുകളടച്ച് രണ്ട് കൈകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച മക്കളെ, കർത്താവിൻ്റെ വചനം നമ്മളോട് പറഞ്ഞില്ലേ, എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവയെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. മക്കളെ, ഓരോ ക്രൈസ്തവനെയും വിളി എന്ന് പറയുന്നത് ഒരു സാധാരണ വ്യക്തിയായി ജീവിക്കാനല്ല, മറിച്ച് ഒരസാധാരണ വ്യക്തിത്വമുള്ളവരായി ജീവിക്കാനും വളരുവാനും വേണ്ടിയിട്ടാണ്. എൻ്റെ കൂട്ടുകാരൻ അങ്ങനെയാണ്, എന്നാൽ ഞാനും അങ്ങനെയായേക്കാം. അങ്ങനെയല്ല മക്കളെ, ഒരസാധാരണ വ്യക്തിത്വത്തിലേക്കുള്ള ഒരു വിളി ദൈവം നിനക്ക് നൽകിയിട്ടുണ്ട്. ആ വിളിയിലേക്ക് ഉയർത്തപ്പെടാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. നമ്മൾ കർത്താവിന് വചനം കേട്ടില്ലേ, ജോയൽ പ്രവാചന പുസ്തകം 2-ാം അധ്യായം 30-ാമത്തെ വചനത്തിൽ, ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ദൈവത്തിന് മുമ്പിൽ ഏത് കുട്ടി, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ എന്ന മനോഭാവത്തോടു കൂടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? മക്കളെ, ഇന്ന് ദേവാലയം വിട്ടു പോകുമ്പോൾ അവരെല്ലാം ഒരസാധാരണ വ്യക്തിത്വത്തിന് അടിമകളായിട്ട് മാറും, ഉടമകളായിട്ട് മാറും. സെഹേൻ മാളികയിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ മക്കളെ, പത്രോസ് ഉൾപ്പെടുന്ന ശിഷ്യ സമൂഹം മുഴുവൻ അസാധാരണ വ്യക്തിത്വമുള്ളവരായി മാറി. അവരുടെ ജീവിതം മാറി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ. അവരുടെ ജീവിതം മാറി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ. അതുവരെയും യേശു മരിക്കുന്നത് വരെയും സ്ലീഹന്മാരെല്ലാവരും ജീവിച്ചത് ഒരു സാധാരണ മനുഷ്യരെ പോലെയാണ്. ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നുവോ, എങ്ങനെ പെരുമാറുന്നുവോ, എങ്ങനെ സംസാരിക്കുന്നുവോ, എങ്ങനെ വഴക്കടിക്കുന്നുവോ, അതുപോലെയൊക്കെ അവർ ജീവിച്ചത്. അതുകൊണ്ട് അവരുടെ ഇടയിൽ തർക്കങ്ങളുണ്ടായി, മുറുമുറുപ്പുകളുണ്ടായി, വഴക്കുകളുണ്ടായി. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതം മാറി, അവരുടെ ജീവിതം മാറി. ആ രണ്ട് കൈകളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് മക്കളെ, ഇനി വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. നീ ഒറ്റക്കാണെങ്കിൽ പോലും ചേട്ടൻ നിർത്താൻ പറയുന്നവരെയും നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു. ഇത് ഒറ്റക്കാണെങ്കിൽ പോലും നിങ്ങൾ അടുത്തിരിക്കുന്ന മറ്റുള്ളവർക്ക്, കൂട്ടുകാർക്ക് പ്രേരണ കൊടുത്തുകൊണ്ട് നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് തുടങ്ങുക. എല്ലാ മക്കളും പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, സ്വരമുയർത്തി, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, വാ തുറക്ക്. പരിശുദ്ധാത്മാവായ ദൈവമേ, മുതിർന്നവരൊക്കെ വാ തുറന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു. പ്രാർത്ഥിച്ച് കയറി വാ, പ്രാർത്ഥിച്ച് കയറി വാ. കൂട്ടുകാർക്ക് പ്രേരണ കൊടുക്ക. നീ പ്രാർത്ഥിച്ചാൽ അടുത്തിരിക്കുന്നവർ പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞാനങ്ങയെ
ഞാനങ്ങയെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ജനം പത്രോസിനോട് ചോദിച്ചു. പത്രോസ് പറഞ്ഞു, പശ്ചാത്തപിക്കുവൻ, മാനസാന്തരപ്പെടുവൻ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവൻ, അപ്പോൾ അവിടുത്തെ വാഗ്ദാനം നിങ്ങളിൽ വന്ന് നിറയും എന്ന് അനുഭവം ലഭിക്കാൻ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അതിനെ തുടർന്ന് ക്രൈസ്തവന്മാരും പാടിപ്പാ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ ജലം ഞാൻ നിങ്ങളുടെ മേൽ തളിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും വെച്ചിരിക്കുകയാണെങ്കിൽ അത് ഇപ്പോൾ കൈകളിൽ എടുത്ത് പിടിച്ചുകൊള്ളുക. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന വിശ്വാസത്തോടെ ഏറ്റുചൊല്ലുക. നിങ്ങളെല്ലാവരും ഇപ്പോൾ ആശീർവദിക്കപ്പെടാനായിട്ട് പോവുക. മാമോദിസയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ശുദ്ധീകരണത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, വിടുതലിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ ജലം നിങ്ങളുടെ മേൽ തളിക്കപ്പെടും. അതിനെ തുടർന്ന് കൈവപ്പ് ശുശ്രൂഷയാണ്. ധ്യാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം. നമ്മുടെ ബഹുമാനപ്പെട്ട ഈ ധ്യാനത്തെ സഹായിച്ച എല്ലാ സഹോദരന്മാരും ഞങ്ങളെ തൊട്ട് അനുഗ്രഹിക്കുകയാണ്. അഭിഷിക്തനായി ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചു വിടാനായിട്ട് പോവുകയാണ്. പൊന്നും വെള്ളിയും ഞങ്ങൾക്ക് തരാനില്ല. യേശുനാമം ഞങ്ങൾ എല്ലാവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുക. ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. പ്രാർത്ഥിക്കുക. പിതാവായ ദൈവമേ, അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. രക്ഷകനായ ഈശോയെ, അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സഹായനായ പരിശുദ്ധാത്മാവേ, അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവേ, അങ്ങേ എന്റെ നാഥനായി രക്ഷകനായി സ്വീകരിക്കുന്നു. പാപത്തെയും
നിങ്ങൾ അടുത്തിരിക്കുന്ന ഒരു 3 പേരുകൾക്ക് യേശുവേ 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 ഇങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥന വിളിക്കാം. നിങ്ങൾ വേറെ ആരെയും നോക്കേണ്ട. പ്രാർത്ഥന എവിടെ വരെ എത്തി ഒന്നും നോക്കണ്ട. ഈ മുതിർന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാവരും കണ്ണുകളടച്ച് എവിടെ വരെ എത്തി നോക്കണ്ട കേട്ടോ. എൻ്റെ കണ്ണുകളടച്ച് 2 കൈ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥന യേശുവേ 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 പ്രാർത്ഥിക്കാം. മോളെ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച മോളെ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച കണ്ണുകളടച്ച് യേശുവേ 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 എന്റെ ഉള്ളിൽ വസിക്കാവരണേ ദൈവമേ വരണേ എന്റെ ഉള്ളിൽ വസിക്കാവരണേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തുറന്നിറങ്ങി വരണേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തുറന്നിറങ്ങി നീ വരണേ എന്റെ ഉള്ളിൽ വസിക്കാവരണേ ദൈവമേ വരണേ എന്റെ ഉള്ളിൽ വസിക്കാവരണേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു വരണേ. എല്ലാവരും ചേർന്ന് പാടിയേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാൻ ദൈവമേ ആത്മാവാം അടുത്തിരിക്കുന്ന 10 പേര് കേൾക്കുന്ന സ്വരം ഉയർത്തിയാണ് പാടിയേ. ഒരു 10 പേര് കേൾക്കട്ടെ നിങ്ങളുടെ സ്വരം. ഉള്ളിൽ വസിക്കാൻ വരണേ. കുറച്ചുപേര് സ്വരം ഉയർത്തിയാണ് പാടി നോക്കിയേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കണ്ണടച്ച് പ്രാർത്ഥിക്കട്ടെ. മക്കളെല്ലാവരും പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എന്റെ ഹൃദയത്തിൽ ജ്വലിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് വിവേകത്തോടെ ജീവിക്കാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. തിന്മയെ വെറുത്തുപേക്ഷിക്കാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നന്മയിൽ ജീവിക്കാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. മക്കളെല്ലാവരും പ്രാർത്ഥിച്ചേ. എല്ലാവരും പ്രാർത്ഥിച്ചേ മക്കളെ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ. ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ. ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ. ഞാൻ നിന്നെ അനുസരിക്കും. ഞാൻ നിന്നെ അനുഗമിക്കും. ഞാൻ നിന്നെ അനുഗമിക്കും. ഞാൻ എന്നും ആരാധിക്കും. ഞാൻ എന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ. ഞാൻ നിന്നെ അനുസരിക്കും. ഞാൻ നിന്നെ അനുസരിക്കും. ഞാൻ നിന്നെ അനുഗമിക്കും. ഞാൻ നിന്നെ അനുഗമിക്കും. ഞാൻ എന്നും ആരാധിക്കും. എന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ. ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ. ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ. ഞാൻ നിന്നെ അനുസരിക്കും. ഞാൻ നിന്നെ അനുസരിക്കും. ഞാൻ നിന്നെ അനുഗമിക്കും. ഞാൻ നിന്നെ അനുഗമിക്കും. ഞാൻ എന്നും ആരാധിക്കും. എന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു യേശുവേ. പരിശുദ്ധാത്മാവേ. യേശുവേ യേശുവേ ഞാൻ നിന്നെ യേശുവേ. മാനിക്കുന്നു യേശുവേ. പരിശുദ്ധാത്മാവേ. യേശുവേ. ഞാൻ നിന്നെ അനുസരിക്കും. ഞാൻ നിന്നെ അനുഗമിക്കും. ഞാൻ എന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ.
പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കട്ടെ മക്കളെല്ലാവരും. മോനെ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചോ. ഒരു 10 മിനിറ്റ് കൂടിയാ. നീ കണ്ണടച്ച് പ്രാർത്ഥിക്ക. പരിശുദ്ധാത്മാവെ ജ്വലിക്കണമെന്ന് പ്രാർത്ഥിക്ക. പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്ക. എല്ലാ മക്കളും പ്രാർത്ഥിക്ക. ഹൃദയത്തിൽ പ്രാർത്ഥന ഉയരട്ടെ. ഹൃദയത്തിൽ പ്രാർത്ഥന ഉയരട്ടെ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ശാന്തി നൽകണമേ. പരിശുദ്ധാത്മാവേ ശാന്തി നൽകണമേ. പരിശുദ്ധാത്മാവേ ശാന്തി നൽകണമേ. പരിശുദ്ധാത്മാവേ 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 ശാന്തി നൽകണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ സ്നേഹം നൽകണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ സ്നേഹം നൽകണമേ. പരിശുദ്ധാത്മാവേ 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 സ്നേഹം നൽകണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ സൗഖ്യം നൽകണമേ. പരിശുദ്ധാത്മാവേ സൗഖ്യം നൽകണമേ. പരിശുദ്ധാത്മാവേ 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 സൗഖ്യം നൽകണമേ. പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണമേ. പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണമേ. പരിശുദ്ധാത്മാവേ 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 ജ്ഞാനം നൽകണമേ. പരിശുദ്ധാത്മാവേ സൗഖ്യം നൽകണമേ. പരിശുദ്ധാത്മാവേ സൗഖ്യം നൽകണമേ. പരിശുദ്ധാത്മാവേ 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 സൗഖ്യം നൽകണമേ. പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണമേ. പരിശുദ്ധാത്മാവേ 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 ജ്ഞാനം നൽകണമേ. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കണം മക്കളെ. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കണം. ഈ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ ജ്വലനം ജീവിതകാലം മുഴുവൻ സംഭവിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. മോളെ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. എല്ലാ മക്കളും ചേർന്ന് പ്രാർത്ഥിക്കുക. എല്ലാ മക്കളും ചേർന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ ജ്വലിക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ നന്മതിന്മകളെ തിരിച്ചറിഞ്ഞ വിശുദ്ധിയോടെ വിവേകത്തോടെ ദൈവീക മകനായി വളർന്നു വരുവാൻ ഞങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മോനെ പ്രാർത്ഥിക്കാം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. മക്കളെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച്, എല്ലാ കൈവെപ്പ് ശുശ്രൂഷ കഴിഞ്ഞ കുട്ടികൾ മാത്രം, ഈ മുൻപിലുള്ള കുട്ടികൾ മാത്രം എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. ഇനി കൈവെപ്പ് ശുശ്രൂഷ എത്താത്ത കുഞ്ഞുങ്ങൾ മുട്ടുകുത്തി തന്നെ നിൽക്കണം. ബാക്കി എല്ലാവരും തലയ്ക്ക് വെച്ച് പാസ് ചെയ്ത് കഴിഞ്ഞവർ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കണ്ണുകളടച്ച് ഒരുമിച്ച് സ്വരമുയർത്തി പാടി പ്രാർത്ഥിക്കാം.
നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നവർ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. കണ്ണ് തുറന്ന് ആരും ഇരിക്കരുത്, അസ്വസ്ഥമായ മനസ്സുമായിട്ട് ആരും ഇരിക്കരുത്. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം, സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. എല്ലാ മക്കളും പ്രാർത്ഥിച്ച് പാടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം കേട്ടോ. പാടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, 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 അധികമായി എന്നിൽ നിറയണമേ. വാ തുറന്ന് പാടിയ പരിശുദ്ധാത്മാവേ, 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 അളവില്ലാതെ എന്നെ നിറയണമേ. അളവില്ലാതെ ആ മോനൊക്കെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചേ. ആ പുറകിലിരിക്കുന്ന മുതിർന്ന ആൺകുട്ടികൾ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ എന്നിൽ നിറയണമേ. അത് മുട്ടോളം പോരാ, അരയോളം പോരായേ, അരയോളം പോരായേ. മക്കളെ ചേർന്ന് പാടിയേ. മുട്ടോളം പോരായേ, എല്ലാവരും ചേർന്ന് പാടിയേ. അരയോളം പോരായേ. നീന്തിട്ടല്ലാതെ കടപ്പാൻ, നീന്തിട്ടല്ലാതെ കടപ്പാനാകരുതേ. ചേർന്ന് പാടിയ മക്കളെ. നീന്തിട്ടല്ലാതെ കടപ്പാനാകരുതേ. പരിശുദ്ധാത്മാവേ, 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 അധികമായി എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ എന്നിൽ നിറയണമേ. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവെ ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളും പ്രാർത്ഥിക്കണേ. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഈ വെക്കേഷൻ മുഴുവൻ ഈശോയുടെ കൂടെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയെ സ്വീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അലസതയെല്ലാം മാറ്റി എല്ലാ ദിവസവും ദേവാലയത്തിൽ വരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കളെല്ലാവരും പ്രാർത്ഥിക്കണേ. എല്ലാ ദിവസവും ദേവാലയത്തിൽ വരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. പരിശുദ്ധാത്മാവേ, ചേർന്ന് പാടാം എല്ലാവരും. പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. ഒന്ന് വാ തുറന്നൊന്ന് പാടിയ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ എന്നിൽ, അളവില്ലാതെ എന്നിൽ നിറയണമേ. ഒരു 50 പേരുകൾക്ക് സ്വരം ഉയർത്തി പാടിയ പരിശുദ്ധാത്മാവേ, നിങ്ങളുടെ സ്വരം കേൾക്കണം. അധികമായി എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, എല്ലാവരും ചേർന്ന് പാടട്ടെ. അളവില്ലാതെ എന്നിൽ നിറയണമേ. അത് മുട്ടോളം പോരായേ, അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ, അരയോളം പോരായേ. ചേർന്ന് പാടിയേ. അത് മുട്ടോളം, അരയോളം പോരായേ, അരയോളം പോരായേ. നീന്തിട്ടല്ലാതെ കടപ്പാൻ, നീന്തിട്ടല്ലാതെ കടപ്പാനാകരുതേ. ചേർന്ന് പാടിയേ. നീന്തിട്ടല്ലാതെ കടപ്പാനാകരുതേ. അളവില്ലാതെ, അളവില്ലാതെ, ആഗ്രഹിച്ചു പാടേ, ആഗ്രഹിച്ചു പാടി പ്രാർത്ഥിച്ചേ. അളവില്ലാതെ, ഒത്തിരി ആഗ്രഹിക്കാം. അളവില്ലാതെ, ജ്വലിക്കട്ടെ, ജ്വലിക്കട്ടെ. അളവില്ലാതെ പരിശുദ്ധാത്മാവ് ജ്വലിക്കട്ടെ. പരിശുദ്ധാത്മാവ് ജ്വലിക്ക്. അളവില്ലാതെ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ചേർന്ന് പാടാം. പരിശുദ്ധാത്മാവേ, എല്ലാവരും ചേർന്ന് പാടിയേ. അധികമായി എന്നിൽ നിറയണമേ. എല്ലാവരും ചേർന്ന് പാടിയേ. പരിശുദ്ധാത്മാവേ, 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 അളവില്ലാതെ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ. പ്രിയപ്പെട്ടവരെ, 3 ദിവസമായി ഈശോയുടെ സന്നിധി നമ്മൾ ഒരുമിച്ച് കൂടി. നിങ്ങളൊക്കെ നല്ല കുട്ടികൾ, വിശുദ്ധരാവാൻ ആഗ്രഹിക്കുന്നവർ, നല്ല മനസ്സുണ്ടെങ്കിൽ ഈ അവധിക്കാലത്ത്
ഈ വെയിലും കൊണ്ട് ത്യാഗം സഹിച്ച് ദേവാലയത്തിൽ വരികയുള്ളൂ. ആരും നിങ്ങളെ നിർബന്ധിച്ചിട്ടൊന്നുമല്ല. നിങ്ങൾക്ക് ഈശോയോടും മാതാപിതാക്കളോടും സഭയോടും ഒക്കെ സ്നേഹമുള്ളത് കൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങൾ പറയുന്നതും ഭൂരിഭാഗം പേരും അനുസരിക്കുകയും സഹകരിക്കുകയും ചെയ്തു. ഈ ദിവസങ്ങളിലൊക്കെ ഈ അമ്മാൻ ബ്രദറും റോയ് ബ്രദറും സുനിൽ ബ്രദറും മറ്റ് ഞങ്ങളുടെ കപ്പുച്ചസഭയിലെ ബ്രദേഴ്സും ഒക്കെ നമ്മുടെ കൂടെയായിരുന്നു. നിങ്ങളുടെ 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഞങ്ങളെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹിക്കണം, 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 അനുഗ്രഹിക്കണമേ. യേശുവേ അനുഗ്രഹിക്കണം, 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 അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കണം, 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 അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കണം, അനുഗ്രഹിക്കണം, അനുഗ്രഹിക്കണമേ. അഭിഷേകം ചെയ്യണം, അഭിഷേകം ചെയ്യണമേ. ഭരണജ്ഞാനം അസിസ്യ ധ്യാന കേന്ദ്രത്തെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കണം, അനുഗ്രഹിക്കണം, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ഒത്തിരി നന്ദി പ്രിയപ്പെട്ടവരെ. മക്കൾ യാത്രയ്ക്ക് പോകുമ്പോൾ അപ്പൻ ആശീർവദിച്ചയക്കാറില്ലേ? ഈ അപ്പത്തിലൂടെ ഞങ്ങളെല്ലാവരെയും അങ്ങ് ആശീർവദിക്കണമേ. ഈ മുട്ടുകുത്തി നിന്നുള്ള ഈ ആശീർവാദ വേളയിൽ നമ്മളെടുത്ത തീരുമാനങ്ങൾ, വരും ദിവസങ്ങൾ നമ്മുടെ എല്ലാ ഉദ്യമങ്ങൾ, നമ്മുടെ വീട്ടിലുള്ള മാതാപിതാക്കൾ, സഹോദരങ്ങൾ, നമ്മുടെ കൃഷിയിടങ്ങൾ, നമ്മുടെ അപ്പൻ്റെ ബിസിനസ്, ജോലി, വരും ദിവസങ്ങളിലെ പരീക്ഷകൾ, +2കാരുടെ ഭാവി ജീവിതം, 10ാം ക്ലാസ്സുകളുടെ തുറന്നുള്ള പഠന മേഖലകൾ എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ, ആശീർവദിക്കപ്പെടട്ടെ. കരങ്ങൾ കൂപ്പിപ്പിടിക്കുക. സ്വന്തം പപ്പയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. പപ്പയ്ക്ക് വേണ്ടി, മരിച്ചുവെങ്കിൽ പപ്പയുടെ ആത്മാവിന് വേണ്ടി. ഇന്നു മുതൽ മരണം വരെ എൻ്റെ പപ്പയെ ഞാൻ സ്നേഹിക്കും, ബഹുമാനിക്കും, അനുസരിക്കും. ഞാനൊരനുഗ്രഹമായി തീരും പപ്പയ്ക്ക്. പപ്പയുടെ കഷ്ടപ്പാട് ഞാൻ മാറ്റും. പഠിച്ച് ജോലി മേടിച്ച്. മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മമ്മി ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ മമ്മിക്ക് ഞാനൊരു അനുഗ്രഹമായിട്ട് തീരും. എൻ്റെ അവധിക്കാലത്ത് ഞാൻ എൻ്റെ മമ്മിയെ സഹായിക്കും. മമ്മി പറയുന്നതൊക്കെ അനുസരിക്കും, പഠിക്കും, ജോലിയൊക്കെ മേടിച്ച് അമ്മയ്ക്ക് ഞാൻ വിശ്രമം കൊടുക്കും. വീട്ടിലുള്ള ആങ്ങളമാർക്കും പെങ്ങന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ചങ്കായിട്ട് എൻ്റെ ആങ്ങളമാരെ പെങ്ങന്മാരെ ഞാൻ കരുതും. അവരെ ഞാൻ സ്നേഹിക്കും. ദൈവമേ അവരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ പ്രിയപ്പെട്ട വികാരിസിന് അതെല്ലാം നമുക്ക് വേണ്ടി ക്രമപ്പെടുത്തി തന്നെ വിശുദ്ധനായ വൈദിക സഹോദരൻ വർഷങ്ങളായിട്ട് നവീകരണത്തിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. നിങ്ങൾക്ക് നന്മ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ വികാരിച്ചനെ കൊച്ചച്ഛനെ അനുഗ്രഹിക്കണമേ. നമ്മുടെ ടീച്ചേഴ്സ്, സിസ്റ്റേഴ്സ്, കുഞ്ഞുങ്ങളോടുള്ള സ്നേഹാധിക്യം മൂലം, ഈശോയോടുള്ള സ്നേഹാധിക്യം മൂലം നമുക്ക് ഭക്ഷണം ദാഹിക്കുമ്പോൾ കുടിക്കാനൊക്കെ നൽകി ഹാൻസ് എന്ന് പറഞ്ഞ സഹോദരനുണ്ട്. കൊച്ചുനാളിങ്ങനെ ധ്യാനം കൂടി. അപ്പോൾ തീഷ്ണതയാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്ക് ഈശോയെ കിട്ടണം, ഈശോയെ പോലെ മക്കൾ വളർന്നു വരണം എന്നുള്ള ആഗ്രഹത്തോടെ ഹാൻസിനെ അനുഗ്രഹിക്കണമേ. ആ മകൻ്റെ പങ്കാളിയെ കുഞ്ഞിനെയൊക്കെ അനുഗ്രഹിക്കണമേ. അവരുടെ നിയോഗങ്ങളെ. അപ്പാ ഞങ്ങൾ പോവുക, ആശീർവാദം താ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. 2 കരങ്ങളും ഈശോയുടെ പക്കലേക്ക് നീട്ടി ഈശോയെ എന്ന് വിളിച്ച ഈശോയെ, ഈശോയെ, സാഷ്ടാംഗം പ്രണമിച്ച് ശിരസ് തറയിൽ സ്പർശിച്ച് തലകുനിച്ച് സാഷ്ടാംഗം പ്രണമിച്ച് അപ്പാ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ജീവനെ ഞാൻ
പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. അപ്പാ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ജീവനെ പൂർണ്ണമായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. എന്നെ എടുക്കണമേ, വാഴ്ത്തണമേ. എന്നെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ ഉപകരണമായി ഉപയോഗിക്കണമേ.